PDPയുടെ പിന്തുണ നല്ലത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മോശം. ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് CPM കാണുന്നത്? അതെന്ത് ചോദ്യമാണ്? PDP ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. PDPക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇല്ലേ? ഇല്ലെന്നേ. ഇല്ല. ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ അത് തീവ്ര നിലപാട് മുന്നോട്ട് വെക്കുന്നതായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. മനോഹരം, ഗംഭീരം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഈ കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ലടാ. കണ്ടോ ഇന്ന് VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്ന ആ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി, അതിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് പോയി എന്നുള്ളതാ. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. 96 വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയാതിരിക്കുകയും 96-ന് ശേഷമല്ല 2019-ന് ശേഷം മതരാഷ്ട്രവാദം പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണോ CPMന്റെ നിലപാട്? കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയതിനെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെക്കുറിച്ച് പിണറായി വിജയൻ മുതൽ പാലോളി മുതൽ ശ്രീരാമകൃഷ്ണൻ വരെ പല നേതാക്കളും പറഞ്ഞൊക്കെ ഇവിടെ ഉണ്ടെന്നേ. സ്മൃതിയുടെ താല്പര്യം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഏതായാലും സ്മൃതി, ഞങ്ങൾ എല്ലാ കാലത്തും ജമാഅത്ത്, നിങ്ങളിപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളുടെ ഇൻട്രോയിലെ ഒരു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇല്ലേ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കണ്ട, അത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കണം. നിങ്ങൾക്ക് കാരണം അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ എഡിറ്റോറിയലിൻ്റെ ഒരു ശകലം മാത്രമല്ല, ആ എഡിറ്റോറിയൽ ഒന്ന് പൂർണ്ണമായി വായിച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണ്. നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ലതാണ്, അവർക്ക് മതേതര നിലപാടാണ്, അവർ സെക്കുലർ സംഘടനയാണ്. നിങ്ങൾക്ക് പിന്തുണ വിട്ടുകഴിഞ്ഞ് മറ്റൊരു മുന്നണിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ വർഗീയമാകുന്നു. അവരുടെ ആശയം എന്നുള്ളത് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ പ്രയാസം അവർ UDFന് വോട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് വെള്ളപൂശി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അത് ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ആർക്കും അറിയില്ലെന്ന വിചാരം. മതി എടാ കിടന്നുരുളാതെ. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ ഒരു കഷണം വാർത്ത എടുത്ത് പറഞ്ഞ് അത് പറയൂ ഇത് പറയൂ എന്ന് പറയാൻ സൗകര്യമില്ല. നിങ്ങളോട് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ വാർത്താ സമ്മേളനമായാലും അതിന്റെ ഒരു കഷ്ണ നിങ്ങളോട് എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞിട്ട് പൂർണ്ണമായി വായിക്കുന്നില്ല. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. നിങ്ങളുടെ കേട്ട വലിയ വിപ്ലവമാണല്ലോ, നിങ്ങൾ വലിയ വിപ്ലവം നടത്തുന്ന ആളാണല്ലോ. ഇവിടെ തോന്നിയതുപോലെ VD സതീശന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇന്ന് VD സതീശൻ പറഞ്ഞോണ്ട് നിങ്ങളുടെ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ പൂർണ്ണമായിട്ടും പറയാം. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ഇടക്കിടക്ക് കയറി ഇങ്ങനെ ചൊറിയണ്ട. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ, പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം VD സതീശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനെയല്ലേ ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അണിനിരക്കട്ടെ, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. പി ജയരാജൻ അവസാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ EK നായനാർ മാദിനിയെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കണോ? സാധാരണ അങ്ങാടിയിലെ പച്ചപ്പടക്കാരുടെ നിലവാരമില്ലാതായി പോയി സ്മൃതിക്ക്. വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പച്ചപ്പടക്ക് വേണ്ടിയിട്ടാണോ ആർക്കാ വേണ്ടിയിട്ടാണോ? വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം.
വസീഫ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു PDPയുടെ നിലപാടൊക്കെ മാറി, PDP പഴയ PDP ഒന്നുമല്ല, ഇപ്പൊ PDP പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവങ്ങളുടെ പാർട്ടിയാണെന്ന്. ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? PDP ഒരു വശത്തുനിന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ട് അപ്പുറത്ത് പോയിട്ട് UDFന് പിന്തുണ കൊടുക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി സതീശന്റെ നേതൃത്വത്തിൽ UDFും, PDPയെ വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി ഇപ്പുറത്തെ CPMും വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തീവ്രവാദ സംഘടനകൾ വെളുത്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. The Muslim League is supporting the communalism of Jamaat Islami and PDP, who are demanding the creation of an Islamic state in the country. The recent elections have proved that the ideology of these organizations has usurped the Muslim League secularism. ഈ പറഞ്ഞിരിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദനാണ്. അദ്ദേഹം PDP, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വർഗീയ പാർട്ടികൾ, മതരാഷ്ട്രം ആവശ്യപ്പെടുന്ന രണ്ട് പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളും കൂടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫേക്ക് സെക്കുലാറിസത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അപ്പോൾ ഈ ഒക്ടോബർ 2024 നിന്ന് 6-7 മാസങ്ങൾ മാത്രം പിന്നിട്ട് ഒരു ജൂൺ 2025 എത്തുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് PDP എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലാത്തൊരു പാർട്ടിയായിട്ട് CPMന് മാറി എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ വന്നിട്ട് പറയാണ് ഞാൻ വിശുദ്ധനായി, ഞാൻ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി. ഉടൻ തന്നെ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ച് അദ്ദേഹത്തിന് തോളിലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കണമെന്നാണോ? ഈ അബ്ദുൽ നാസർ മദനിക്ക് എതിരായിട്ടുള്ള കേസസ് എന്താണ്? അദ്ദേഹത്തിന് മുഴുവൻ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കിയോ? അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ? എനിക്ക് ഈ തടിയന്റെ വിട നസീർ എന്ന് പറയുന്നത് ലഷ്കർ-ഇ തോബയുടെ സൗത്ത് ഇന്ത്യയുടെ കമാൻഡറായിട്ടുള്ള തടിയന്റെ വിട നസീറിനെ ഈ ബ്ലാസ്റ്റുകൾക്ക് മുൻപും അതിനുശേഷവും മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനിയുടെ ഫോൺ നമ്പറിൽ നിന്ന് അബ്ദുൽ നാസർ മദനി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് വളരെ കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ നവാസേ? അല്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്? ഇവിടെ ഈഴവരുടേതായ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ല ഹിന്ദുക്കളുടെ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ജില്ലയില് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ SNDPക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് വോട്ടാകും. അതിനകത്ത് എന്താണ് ഇത്ര സംശയം ഇരിക്കുന്നത്? എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. ആ വിഷയം ജനുവിനല്ലേ? കേരളം ഭരിക്കുന്ന സർക്കാരിന് പോലും അതിനകത്ത് കൃത്യമായിട്ട് എതിരഭിപ്രായം ഇല്ലല്ലോ. പിന്നെ ഇത്ര പ്രശ്നം അങ്ങനെ മോങ്ങാനിരുന്നവന്റെ തലയെ തേങ്ങാ വീണെന്ന് പറഞ്ഞ ഗതിയാണ് ഇപ്പൊ.